ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദറൂസ് വ്ളോഗ്. ബുധനാഴ്ച വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാത്രിക്ക് കറി വെച്ചതൊന്നും തികഞ്ഞില്ല. അപ്പോൾ കുട്ടികൾക്കൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഒരു മുട്ട പൊരിക്കലുണ്ട്. അപ്പോൾ കറികളൊന്നും ഇല്ലാത്ത ദിവസം, അതല്ലെങ്കിൽ കറികളൊന്നും തികഞ്ഞില്ലെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ ഞാനൊക്കെ കറി ഉണ്ടാക്കി എടുക്കാറുള്ളത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സബോളയും തക്കാളിയും ഇട്ടിട്ട് ഉപ്പൊക്കെ പാകത്തിനിട്ട് നല്ലപോലെ വാട്ടിയെടുക്കും. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ടാൽ, പിന്നെ മസാലപ്പൊടികൾ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ, ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചേർക്കുകയൊന്നുമില്ല. വെറും മുളക് പൊടി മാത്രമാണ് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി, നല്ലപോലെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി തക്കാളിക്കറി ആയിട്ടാണ്. പിന്നെ അത് ഓരോരുത്തർക്കും ഓരോ ഓംലേറ്റ് ഇടുകയാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഈ മുട്ട പൊരിക്കുന്നതിൽ ഉള്ളി ഇടുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അവർക്കത് ഉള്ളിയൊക്കെ ഇല്ലാണ്ട് ഓരോ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. കൂടുതൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അങ്ങനെ ബുധനാഴ്ച രാത്രിത്തെ വിശേഷങ്ങൾ കഴിഞ്ഞത് പിറ്റേ ദിവസം വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പുട്ടൊക്കെ ഉണ്ടാക്കണം. പിന്നെ കുട്ടികൾക്ക് കുറച്ച് പഴമൊക്കെ പുഴുങ്ങി വയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ആദ്യം വന്ന് കുട്ടികൾക്ക് ചായയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും കമൻറ്റിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സഹകരണം സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഞാൻ പഴമൊക്കെ ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് ഇഡലിച്ചെമ്പിലാണ് ഞാനൊക്കെ ഒന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെയാണ് ആവി കയറ്റുന്നത്. പിന്നെ കുറച്ച് പാൽ ചായ ഉണ്ടാക്കാനാണ്. അപ്പം രാവിലെ ഒക്കെ പോകുമ്പോൾ കുറച്ച് കട്ടനൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത് കുട്ടികൾക്ക് പൊടിയില്ലാത്ത ചായ, അതായത് അയാനും ആദലിനും പൊടിയില്ലാതെ തനി പാൽ ചായ, പിന്നെ എനിക്കും മോൾക്കും കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചായയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഇന്നും തക്കാളി ചമ്മന്തി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കുമ്പോൾ മോൾക്ക് എന്തെങ്കിലും ഒരു കറി നിർബന്ധമാണ്. പിന്നെ എനിക്കും മോനൊക്കെ പഴമാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു തക്കാളിക്കറി തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് സ്കൂളിലേക്ക് ആക്കാനുള്ളത് ബോട്ടിൽ അതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ചമ്മന്തിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മത്തിയാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ അത് കറി വയ്ക്കുന്ന ഫുൾ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് സ്റ്റോറേജ് ഫുള്ളായിട്ടൊക്കെ കുറേ വീഡിയോ ഒക്കെ മിസ്സായിട്ടാണ്. അപ്പോൾ എത്ര ഡിലീറ്റ് ആക്കിയാലും ഫോണിൽ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോറേജ് ഫുൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയോ അതിൽ സംഭവം ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് രാവിലെ ചായയും പഴവും മുട്ടയൊക്കെ കൊടുത്തു. പിന്നെ അവരിങ്ങനെ ഇത് കഴിച്ചാൽ തന്നെ പിന്നെ വേറെ പുട്ടുണ്ടാക്കി അതൊന്നും കഴിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. പിന്നെ ഇത് ഇക്കാക്ക് തോട്ടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ പുട്ടിനുള്ള തക്കാളിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കുറച്ച് മത്തിയൊക്കെ നേരാക്കി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൊരിക്കാനും ഉണ്ട്, പിന്നെ കുറച്ച് കറി വയ്ക്കാനും ഉണ്ട്. നല്ല ഇങ്ങനെ ആ മീനിൻ്റെ മുട്ടയൊക്കെ ഉള്ള മത്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ മത്തിക്ക് വില കൂടുതലാണെങ്കിലും മത്തി കറി വെച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മീൻ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ മീനിന് നല്ല വിലയൊക്കെ തന്നെയാണ്. അപ്പോൾ 400 രൂപയാണ് കേട്ടോ ഞങ്ങൾ ഈ മത്തി 1 കിലോ മേടിച്ചത്. അപ്പോൾ കുറേ കാലമായി മീനൊക്കെ മേടിച്ചിട്ട്, അപ്പോൾ മീൻ കൂട്ടാൻ പൂതിയാണെന്ന് പറഞ്ഞപ്പോൾ ഇക്ക മേടിച്ചു കൊണ്ടുവന്നാണ്. അപ്പോൾ ഇപ്പോഴും ഏതാണ്ട് അതേ റേറ്റൊക്കെയാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ചോറും ഇതിൻ്റെ ഇടയിൽ കൂടെ വാർത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മത്തിക്കറിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറേ വീഡിയോ ഞാൻ കറി വയ്ക്കുന്നതൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടല്ലോ. സോറി, ഇതിലല്ല കേട്ടോ, എൻ്റെ പഴയ ചാനലിലാണ് ഇട്ടിട്ടുള്ളത്. ഇന്ന് ഞാൻ കറി വെച്ചത് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ച് ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് നമ്മൾ ഈ മുളക് മല്ലി മഞ്ഞളൊക്കെ ഇട്ട് അരച്ച തേങ്ങ ആ അരപ്പ് അതിലിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കിയതിന് ശേഷം പാകത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് ഒപ്പം മീനും ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ മീൻ പൊരിക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്.